ഞാനിപ്പോൾ ഉള്ളത് കുമ്പളങ്ങിയാണ്. ഞാൻ കൊച്ചിയിൽ വന്നിട്ട് ഇന്ന് വരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലം, എന്നാൽ എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലം. ഞാനിത് കുമ്പളങ്ങി നൈറ്റ്സ് സിനിമ മാത്രമേ കണ്ടുള്ളൂ, പക്ഷെ ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സാധാരണ എനിക്ക് കായലൊന്നും വലിയ താല്പര്യമില്ല, പക്ഷേ എക്സ്ട്രീം ലെവൽ ഓഫ് ബ്യൂട്ടി. നോക്ക്, നമ്മുടെ കൊച്ചി. എൻ്റെ കൊച്ചിയല്ല, എൻ്റെ കോട്ടെ, ഇവരുടെ കൊച്ചി. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, ഒരു സിനിമയിൽ പറയുന്ന പോലെ തീട്ടപ്പറമ്പ്, അങ്ങനെ പറയേണ്ട ഒരാവശ്യം ഇവിടെ ഇല്ല. ഒരു പക്ഷേ അവരത് ഒരു വിഭാഗത്തെ പുച്ഛിച്ച് സംസാരിച്ചതായിട്ടാണ് തോന്നുന്നത്. കാര്യം മുമ്പ് കുറേ കാലങ്ങൾക്ക് മുമ്പ് ബാത്റൂം ഫെസിലിറ്റി ഒക്കെ ഇല്ലാഞ്ഞ സമയത്ത് ഇതുപോലുള്ള ഏരിയയിൽ താമസിച്ചവർ അങ്ങനെ ചെയ്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും പൊതുവേ ഇങ്ങനൊരു വർത്തമാനമുണ്ട്, പക്ഷേ അത് വളരെ മോശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സ്റ്റീഫൻ ഉണ്ടല്ലോ, അവൻ ഇവിടുന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് അവൻ്റെ വീട്ടിൽ തൊടുപുഴയിലേക്ക് പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേ സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടിയിൽ വന്നപ്പോൾ പറഞ്ഞു, നമുക്ക് നമ്മുടെ നിഖിലിനെ കാണാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നിഖിലിനെ കാണാനായിട്ട് പോവുകയാണ്. ആളിതേ നമ്മളെ കാത്ത് വന്നിട്ടുണ്ട്. ഇവൻ വള്ളത്തിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ അവൻ ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾക്ക് കാണാൻ പറ്റിയതും. എന്നിട്ട് ആ വണ്ടിക്കകത്ത് ഇട കുറവാഞ്ഞിട്ടും അവനെയും കൂടെ ഞങ്ങൾ തള്ളിക്കയറ്റി. സ്റ്റീഫൻ്റെ ബക്കറ്റും സാധനങ്ങളും ഒക്കെ ഞാൻ തന്നെ ചുമക്കേണ്ടി വന്നു. എന്നിട്ട് ഞാൻ നിഖിലിൻ്റെ വീട് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. ഇവൻ്റെ വീട് കുമ്പളങ്ങിയിൽ കണ്ടക്കടവാണെന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി ഇഷ്ടമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ സ്റ്റീഫനാണ് അവിടെ നമ്മളെ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്ന് ഒരുപാട് പോകുന്ന വഴിക്കൊക്കെ ബീറ്റീസിൻ്റെ സോങ്ങൊക്കെ ഇവൻ നിഖിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാത്തത് കേട്ടോ. ഇവന് ഈ പാട്ട് വെച്ചേക്കുന്നത് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടാറ് വീഡിയോയ്ക്ക്. ഓ, നിഖില് പറഞ്ഞിട്ട് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടില്ലേ, സ്റ്റീഫനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യാന്നല്ല വേറെ എന്ത് ചെയ്യാൻ പറ്റുമോ? ചോദിച്ചു അതിന്റെ സാനിയുടെ അടുത്തൊക്കെ മെസ്സേജ് ചോദിക്കണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ മുമ്പുള്ള വീഡിയോസ് അറിയാം, സ്റ്റീഫൻ്റെ കേസ് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. ഏതൊരു പെൺകുട്ടിയുടെ അടുത്ത് അനാവശ്യമായി സംസാരിച്ചു എന്ന്. അത് അവന് ആ ഒരു തെറ്റ് മനസ്സിലായി. അവനെ ഇനി ആ ഒരു തെറ്റിൻ്റെ പേരിൽ അവനിനി അനുഭവിക്കാനൊന്നുമില്ല. അവൻ ചെയ്തത് മഹാ തെറ്റും ചെറ്റത്തരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരിക്കലും ഒരു പെൺകുട്ടിയോട് മോശം പറയുന്നവരെ ഞങ്ങളാരും സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ സ്റ്റീഫൻ എല്ലാം തെറ്റും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമുക്കൊന്നും, അതുമല്ല എൻ്റെ അനിയനാണെങ്കിൽ കൂടെ തെറ്റ് ചെയ്താൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? 2 അടി കൊടുക്കാം, തെറി പറയാം. പക്ഷേ നമുക്ക് അവന് എൻ്റെ അനിയനല്ലാതാവുന്നില്ല. അതുപോലെ തന്നെ സ്റ്റീഫനും എൻ്റെ ഒരു ബ്രദർ പോലെ തന്നെയാണ്. അപ്പോൾ അവൻ തെറ്റ് ചെയ്തപ്പോൾ പറയേണ്ടത് മൊത്തം അവനെ പറഞ്ഞ് പിന്നെ ഒറ്റപ്പെടുത്തി അവനെ ഒരു ഡിപ്രഷനിലേക്ക് പറഞ്ഞയക്കാൻ ഞങ്ങളും തയ്യാറായില്ല. അതുകൊണ്ട് ഞങ്ങൾ അവന് ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി എന്തെങ്കിലും തെറ്റ് ആവർത്തിച്ചാൽ അവൻ തന്നെ ഇത് ഏറ്റെടുക്കും. അതിന് നമ്മളെ കിട്ടത്തില്ല. ചാറ്റിങ്ങിനിടയ്ക്ക് അവനിങ്ങനെ പറഞ്ഞതാണ്, എൻ്റെ ഒരു ബോധമില്ലാത്ത സമയത്ത് പറ്റിപ്പോയതാണ്, ഞാൻ ആ പെൺകുട്ടിയോട് സോറി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നവൻ പറയുന്നുണ്ട്. സോറി പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അത് നിഖിലിന്റെ ചെമ്മീൻകെട്ടാന്ന് പറയാൻ പറഞ്ഞു. ആ കാണുന്നത് ഇതുണ്ടോ, ഈ കാണുന്ന നിഖിലിന്റെ സ്വന്തം ചെമ്മീൻകെട്ടാണത്. നിഖിലിനെ പിടിപ്പിച്ച, നിഖിലും നാട്ടുകാരെ പിടിപ്പിച്ച ചെമ്മീൻകെട്ട്. നീ മുമ്പേ അവര് പറയുമ്പോ എന്നിട്ട് പറഞ്ഞു പറഞ്ഞോ, പറയണോ? പറയാമെന്ന് കംപ്ലീറ്റ് ആക്കാം. ഈശ്വരോ, നാട്ടിൽ ആർമി ഇവന്റെ ഇവിടെ വലിയൊരു കണ്ടൽക്കാടിന്റെ ഉടമയാണ് ആർമി. എടാ വീട്ടിൽ കയറണ്ടേ? വീട്ടിൽ കയറണ്ടേന്ന്? വീട്ടിൽ കയറാണോ? കണ്ടെടുത്തിട്ട് വാടാ ഇങ്ങോട്ട്. ആണോ? സോറി, ഞാൻ ഇവന്റെ വീടാന്ന് ഓർത്തമ്മ. എക്സ്പ്ലെയിൻ ഇറ്റ്. ഇതാണ് ഈ ഒതളങ്ങ. ഇതിന്റെ ഇല നോക്കി വെച്ചോണം കേട്ടോ. നീ എവിടെയെങ്കിലും ചെന്ന് പറിച്ചു നിന്ന് ചത്തേച്ചും പിന്നെ പത്രത്തിൽ ഫോട്ടോ ഇടരുത്. സൂപ്പർ സ്ഥലം. അത് ഇത്ര വെള്ളത്തിട്ടേക്കുന്നത് കാണിച്ചടാ. ആ ചത്ത കിടക്കുവാണോ? ചത്തല്ല, ജീവനുണ്ട്. ജീവനുണ്ടായിട്ട് ഇങ്ങനെ കിടക്കുന്ന ആക്ഷൻ എടുത്തിട്ട്. ഇതാണ് നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സിൽ പറയുന്ന തീട്ടപ്പറമ്പ്. സത്യമല്ലേടാ? പിന്നെ പണ്ട് ഞങ്ങൾക്ക് ഇതാരുടെ വീടാടാ? ഇത് എന്റെ അമ്മയുടെ വീടാണ്. അമ്മ വീട്. അമ്മയുടെ
അവിടെ ആരുമില്ല, വെറുതെ ഒളിഞ്ഞു കിടക്കുന്നു. ഓ ഇവൻ എന്തോ ഓക്സിജൻ ശ്വസിക്കുന്നുണ്ടല്ലോ തമ്പുരാനെ. അപ്പുറത്ത് പോകണം, അല്ലെങ്കിൽ ഡയറക്റ്റ് അപ്പുറത്ത് പോയിട്ട് വീട്ടിൽ കയറണം. കാരണം അവിടെ പുറത്തെടുക്കാനുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചത്. ആണോ? എന്നാ വനമാലിയോ? ആ ഇവര് ഈ പഞ്ചായത്ത് മൊത്തം ഇവന്റെ ബന്ധുക്കാരാ. ഗുഡ് മോർണിംഗ് സ്റ്റോറി ഇട്ടത് ഈ നിന്റെ സ്റ്റോറി ആയിരുന്നു? നിന്റെ സ്റ്റോറി ആയിരുന്നു. ഇതാണ് താമര. യെസ്. എടാ ഇത് ചേറിനകത്ത് പിടിപ്പിച്ചതാണോ? നീ നട്ടാണോ തന്നെ വളർന്നാണോ? ഇത് ഞാൻ നട്ടല്ല, ഇത് എന്റെ അമ്മായി നട്ടതാ. ഹായ്. അത് വിരിയട്ടെ, നശിപ്പിക്കരുത്. അവരെതള് പോയെന്ന് കരുതി എന്റെ ജീവനൊന്നും പോകത്തില്ല. അല്ലേലും നിന്റെ തലയിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഓ സൂപ്പർ. ഇവിടെ ഒരു ബുദ്ധന്റെ ഇതുണ്ടായിരുന്നു. പക്ഷെ തുണി കൊണ്ടുവരാ 2 ദിവസം ഇവനോട് നിന്നിട്ട് പോയിരുന്നു കേട്ടോ. അത് മായിച്ചു. വേറെന്താ ചെയ്യാൻ? അവന്റെ അമ്മായി, നമ്മുടെ നിഖിലിന്റെ സ്വന്തം അമ്മായിയുടെ ക്രിയേഷൻ ആണ് ഇതെല്ലാം. ഷീസ് ആൻ ആർട്ടിസ്റ്റ്. ഇത് കണ്ടോ, നല്ല ഗാർഡനറുമാണ്. ജാട അവന്റെ സ്വന്തമായിട്ട് മേടിച്ചൊന്നുമല്ല, അവന്റെ ആണ് എടുത്ത് കൈ വെച്ചിട്ട് ഷോ കാണിക്കുന്നത്. അമ്മു ഇതിട്ട് വലിയ ഷോ ഓഫ് ആയിരുന്നേ. അമ്മു ഇതിട്ട് ഫോട്ടോ എടുക്കണം കേട്ടോ. കണ്ടോ ഇതെന്നെ സാധനം ഒന്ന് കണ്ടിട്ടുണ്ടോ ആർമി? ഈ സാധനം എന്നാന്നറിയോ? ഇതെന്റെ ലിപ്സ്റ്റിക്കിന്റെ പാട്ട്. എന്നാലും ഞങ്ങളെക്കാൾ മുന്നേ നീ മേടിച്ച് കോണം പിടിക്കാത്തവൻ. കോണം പിടിക്ക എടോ, ഞങ്ങൾ ഇത്രയും പെമ്പിള്ളേരെ ഈ കേരളത്തിൽ ഉണ്ടായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഗാങ്ങിൽ ഇത്രയും പെമ്പിള്ളേരുണ്ടായിട്ട് നീ ഒരുത്തൻ ആദ്യം മേടിച്ചിരിക്കില്ല. ഇങ്ങോട്ട് വലിക്കും, ഇങ്ങോട്ട് ആദ്യം വലിക്കും. കുറച്ച് കുറച്ചുകൂടി പൊടി കൂടി പോട്ടെ, കുറച്ചുകൂടി. അങ്ങനെ തന്നെ പറയട്ടെ. എന്നെ കിടന്നു അറിയട്ടെ അങ്ങോട്ട്. എവിടാ മാറി എന്തോ എന്നെ എടുത്തടാ. നിക്ക് 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 നിക്ക്. നീ തന്നെയാണോ പറഞ്ഞിട്ട്? സക്സസ്ഫുൾ കംപ്ലീറ്റ്. നിങ്ങൾ വള്ളം ഇറക്കുമ്പോ ഒരു പാട്ട് പാടില്ലോടാ, മറ്റേ ഈ തടിവണ്ടിയല്ല അയിലസ അയിലസ പോലെ. ഇതെന്തുവാടാ വള്ളം ഇറക്കുമ്പോ? ചുമ്മാ ഇതാണ് ഞങ്ങളുടെ കടലമ്മയുടെ മകൻ, ഞങ്ങളുടെ വേടൻ. അയ്യോ ഇനി അങ്ങനെ പറഞ്ഞിട്ട് എന്റെ നീ ഞങ്ങളുടെ വേടൻ കടലമ്മ കരങ്ങളൊക്കെ ഇട്ടത്. ഞങ്ങളുടെ കടലിന്റെ നാഞ്ചെന്ന്. ഇത് കരയിലച്ചി, ഇത് കരയിലച്ചി മീൻ കൊക്കരക്കോ അല്ല, ജിന്നേട്ടനാണ്. സൂപ്പർ ടുഡ ടിങ് 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 ടിങ്. ഇത് കണ്ടോ, ഞാൻ കയറിപ്പോ വെള്ളത്തിൽ വെള്ളം കയറി സ്വന്തമായിട്ട് ട്രോളുവാ. ആർമി ആഗ്രഹപ്രകാരം വെള്ളത്തിൽ കയറിയിട്ടുള്ളു. എന്നെ കൂട്ടാതെ ഇവന്മാര് പോകും. എന്നെ കൂട്ടാതെ വളർത്തി നിന്നെയൊക്കെ നീർക്കാക്ക കൊത്തുവേടാ. അയ്യോ നിഖിലെ, നീർക്കാക്കയുടെ കൊത്തും കൊണ്ട് ആമയുടെ കടയും കൊണ്ട് വേണം വൃത്തിയേട്ടന്മാരെ. അടിയുമ്പോ ചുമ്മാ കമന്റ് ഇരുന്നല്ലേ, ഒരു പണിയില്ലാണ്ടിരിക്കും. അവര് മര്യാദയ്ക്ക് പഠിക്കൂല, അല്ലെങ്കിൽ ജോലിക്കും പോലും ഒന്നും ചെയ്യില്ല. അത് കാരണം ആർമി ആണെങ്കിൽ മറ്റൊരു ആർമിയെ ഉപദ്രവിക്കത്തില്ല ഒരിക്കലും. കാണ്ടത്തിനിടയില് വിള്ളര് വരുത്താനോ അല്ലെങ്കിൽ എന്നാ അല്ലെ കാണ്ടത്തെ ഭിന്നിപ്പിക്കാനോ തമ്മിൽ കുത്തിത്തിരിപ്പോ ഒന്നും ചെയ്യിപ്പിക്കത്തില്ല ആർമികൾ. അത് ഹേറ്റേഴ്സ് അപ്പൊ തന്നെ ഓർത്തോളാം. പെട്ട ഇട്ടാലും ഇത് ഭംഗിയില്ലടാ. പക്ഷെ ഇതിപ്പോ ലൈറ്റ് കാണുന്നത് നമ്മളെ കാണുന്നത്. എനിക്ക് വേണം. ഈ സാധനം വെച്ച് ചേച്ചി പറഞ്ഞു ഇതെന്താണെന്ന് കമന്റ് ബോക്സിൽ എന്നാ പറഞ്ഞല്ലേ, ബ്ലാക്ക് പിങ്ക് എക്സ് ആക്കണ്ടേലും നമ്മുടെ ഇത് നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. നല്ല ജിയോയുടെ ഷേപ്പ്, ഭൂമിയുടെ പോലെ. ഗൈസ് ആർമി അങ്ങനെ ഈ വാട്ടയുടെ വീട്ടിൽ നമുക്ക് പോവാണ്.
ആർമി ഇതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ വരണം കേട്ടോ. ധൈര്യമായിട്ട് പോരും ഞങ്ങളുടെ വീട്ടില്. എന്റെ നിഖിലിന്റെ വീട്ടിൽ വന്നിട്ട് പക്ഷെ അറിയാതെ പോലും വഴിതെറ്റി തൊടുപുഴയ്ക്ക് പോയേക്കരുത്. ഇതാണ് ഒതളങ്ങ കണ്ട. ഇതാണ് കുമ്പളങ്ങിയിലെ നമ്മുടെ ഇവന്റെ തീറ്റ പറമ്പല്ല. അതൊക്കെ പണ്ട് കാലത്ത് എവിടെയോ ആരും എന്തോ പറഞ്ഞു. ആർമിയുടെ ഈ സാധനമാണ് ഒതളങ്ങ. കണ്ടോ, ഇതൊന്നും അബദ്ധത്തിൽ പോലും പറിച്ച് തിന്നേക്കരുത് കേട്ടോ. അവിടെ ഒരു പട്ടിക്കുഞ്ഞോടെ ഉണ്ടായിരുന്നു എന്തിയടാ? ഇല്ല, അത് നിന്റെ പട്ടിയാണോ? നല്ല നിത്യഹരിത ഗ്രാമം. ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ ഞാൻ സിനിമയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കായല് കണ്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ചെമ്മീൻ കെട്ടും മറ്റതും മറിച്ചതും. മുടി അങ്ങോട്ട് പറക്കുന്നില്ല. എന്നാ ശരിയെന്നാ, ടാറ്റാ.